കൊച്ചിയിലെ GST ഉദ്യോഗസ്ഥരുടെ ആർഭാട പരിശീലന ക്യാമ്പിനെ ന്യായീകരിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. ക്യാമ്പ് നടത്തിയതുകൊണ്ടാണ് ആക്രി നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. സർ, 1200 കോടി രൂപയുടെ ആക്രി കള്ളബില്ല് വ്യാപാരത്തിനെതിരെ 200 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയ ഓപ്പറേഷൻ പാംട്രി ഈ കഴിഞ്ഞ 2 മാസത്തിനകമാണ് സർ നടന്നത്. ഈ കേസിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിന് കുറേയേറെ കേസ് നടപടിക്രമം നടക്കുകയാണ് സർ. അത് ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാർ എല്ലാ സ്ഥലത്തും വന്നിട്ട് ഒരുമിച്ചൊരു ടീമായ വർക്ക് ചെയ്താലേ നടക്കുള്ളൂ സാർ. ആ ദിവസം എറണാകുളത്തൊരു ഹോട്ടലിൽ ഇവർക്കൊരു ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു. അന്നൊരു വലിയ വാർത്ത ടെലിവിഷനിലൊക്കെ വന്നു, ഇത് വലിയ ഹോട്ടലിൽ ഇങ്ങനെ ആർഭാടമാണ്. പക്ഷേ ഏതായാലും അത്രയും പേരെ ഒരുമിച്ച് വന്ന ആ ട്രെയിനിങ് വന്നിട്ട് വളരെ നേരത്തെ തന്നെ നോട്ടീസ് കൊടുക്കാതെ പെട്ടെന്ന് തന്നെ ആ കാര്യം നടത്തിയതുകൊണ്ടാണ് അത്രയും സ്ഥലത്ത് എത്താൻ പറ്റിയത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആലോചിച്ചൊരു മിന്നൽ പരിശോധന ഉണ്ടെന്ന് മുൻപേ പറഞ്ഞിട്ട് എവിടെയും പോയിട്ട് കാര്യമില്ല സാർ. GST ഉദ്യോഗസ്ഥരുടെ ആഡംബര പരിശീലന റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. TV പ്രസാദ് നൽകും വിവരങ്ങൾ. പ്രസാദ്, ഈ ആക്രി വെട്ടിപ്പ് കണ്ടെത്തി, വലിയ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത് അത് നല്ല കാര്യം തന്നെ. പക്ഷേ ആഡംബര പരിശീലനത്തെ എങ്ങനെയാണ് മന്ത്രി ന്യായീകരിക്കുന്നത്? ട്രെയിനിങ് നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം ആഡംബര ഹോട്ടലിൽ പരിശീലനം നൽകുന്നത് എന്നാണ് മന്ത്രി പറയുന്നത് നിയമസഭയിൽ തന്നെ. വിനീത, തീർച്ചയായിട്ടും ഈ മന്ത്രിയുടെ പ്രസംഗം കേട്ടാൽ സ്വാഭാവികമായും ഈ റെയ്ഡിൽ പങ്കെടുത്തവരും മറ്റ് GST ഉദ്യോഗസ്ഥരും ചിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ പറയുന്ന 46 ലക്ഷം രൂപ ചെലവഴിച്ച് അതിൽ തന്നെ 38 ലക്ഷം രൂപ പഞ്ചനക്ഷത്ര താമസത്തിന് മാത്രം ചെലവഴിച്ച ഒരു പരിശീലനം കൊച്ചിയിൽ നടത്തിയത് തന്നെ ഈ ആക്രി തട്ടിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്ന നിലയിലേക്കാണ് ഇപ്പം KN ബാലഗോപാൽ അതിനെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അതായത് ഈ പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ സർക്കാർ പരിപാടികൾക്കോ പരിശീലനത്തിനോ ക്യാമ്പിനോ സെമിനാറിനോ വേണ്ടി ഉപയോഗിക്കരുത് എന്ന ഉത്തരവ് സർക്കാർ നേരത്തെ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് സർക്കാരിൻ്റേതായിട്ട്. ഇതിൻ്റെ 10-1 പോലും ചെലവില്ലാതെ നടത്താനുള്ള സംവിധാനവുമുണ്ട്. അതിനിടയിലാണ് താമസത്തിന് മാത്രം 38 ലക്ഷം രൂപ. വിനീത, അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, അതിൽ വലിയൊരു ശതമാനം ആളുകൾ കൊച്ചിയിൽ താമസിച്ച് കൊച്ചിയിലെ GST ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ്. അവർക്കും കൊടുത്തു പഞ്ചനക്ഷത്ര താമസം. പക്ഷേ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി GST എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിനുണ്ടായ ഒരു ചമ്മൽ, ആ ചമ്മൽ മാറ്റുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആ റെയ്ഡ് നടത്തിയത് തന്നെ. പിന്നീട് ഈ കാര്യം നമ്മൾ പറഞ്ഞതല്ല, GSTയുടെ ഓരോ ജില്ലയിലുമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ഈ കാര്യം വന്നത് തന്നെ. അതായത് ഇങ്ങനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്ന ഏപ്രിൽ-മെയ് മാസത്തിലെ മെയ് മാസം തന്നെ ഇതിന് തിരഞ്ഞെടുത്തത് എന്തിനാണ് എന്ന ചോദ്യമാണ് റിപ്പോർട്ടർ ഉന്നയിച്ചത്. 38 ലക്ഷം രൂപ എന്തിനാണ് പഞ്ചനക്ഷത്ര താമസത്തിന് ഉപയോഗിച്ചത് എന്ന റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ഇംഗ്ലീഷ് മാധ്യമങ്ങളടക്കം ഈ വാർത്ത ഏറ്റെടുക്കുന്ന സ്ഥിതിയുണ്ടായി. അതിൻ്റെ അപമാനത്തിൽ നിന്നാണ് അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തത്. ആ പരാതി ആ മെയ് മാസത്തിൽ കിട്ടിയതല്ല GST വകുപ്പിൻ്റെ മുന്നിൽ. മാസങ്ങൾക്ക് മുമ്പ് തന്നെ GSTയുടെ മുന്നിലുള്ള ഒരു പരാതിയാണ് അന്ന് നടത്തിയത്. എന്തായാലും റെയ്ഡിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ വാർത്ത കൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് 200 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ പറ്റി എന്നുള്ളത് തന്നെയാണ് വിനീത. ശരി, TV പ്രസാദ് വിവരങ്ങൾ നൽകുകയായിരുന്നു.